അതായത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ അവിടെ അവർ പറഞ്ഞ പൂക്കാലം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയമാണ് തെരുവ് നായ ശല്യം. 7 ഏക്കറോളം സ്ഥലം അവിടെ നഗരസഭ ഇപ്പോൾ ലീസിന് ഏറ്റെടുത്തുകൊണ്ട് തെരുവിൽ നിന്നും തെരുവ് നായ്കളെ പിടിച്ച് ഷെൽട്ടറിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷയമായിരുന്നു. പൊടിവാറ സാറ് അത് മനസ്സിലാക്കണം. അതിനൊന്നും പ്രധാനമന്ത്രി വന്ന് പ്രഖ്യാപിച്ചിട്ട് അല്ല അതൊക്കെ ചെയ്യുന്നത്. അത് BJP കണിശമായിട്ട് അവിടെ തിരുവനന്തപുരം നഗരസഭയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇത് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിലും ഒരേപോലെയാണ്. ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേകം കൂടുതൽ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് കൊടുത്ത് എന്ന് പറയുന്നുണ്ടോ? ഇവിടെ ധനകാര്യ കമ്മീഷൻ്റെ കാര്യം തന്നെ പ്രകാശം മാഷ് പറഞ്ഞു. കഴിഞ്ഞ തവണ 1.992 ആയിരുന്നെങ്കിൽ ഇത്തവണ അതിൻ്റെ ശതമാനക്കണക്കിന് 3.82 അതായത് 10,000 കോടി രൂപ അതിന്റെ വിഹിതം കൊടുത്തിട്ടുണ്ട്. അതെ, 2.82. അതായത് ഇത്തവണ അത് 10,000 കോടിയായി ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ 41% ടോട്ടൽ എന്ന് പ്രകാശം മാഷ് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ തവണയും 41 തന്നെയായിരുന്നു, ഇത്തവണയും 41 തന്നെയാണ്. പക്ഷേ അതിന് കൂടിയ തുകയെ പറ്റി പ്രകാശം മാഷ് ഒരക്ഷരം പറയില്ല. പിന്നെ എയിംസിൻ്റെ കാര്യം ഇപ്പോൾ സുരേഷ് ഗോപി വന്നപ്പോഴാണ് ഇപ്പം എല്ലാ ദിവസവും എയിംസ് എന്നും പറഞ്ഞ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും പറയുന്നത്. 2014 വരെ ഇവർക്കാർക്കും എയിംസ് വേണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു പേര് കേൾക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. നെഹ്റുവിന്റെ കാലം മുതലേ എയിംസ് ഇല്ലേ? എയിംസ് എവിടെ? അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഈ 2014 ശേഷമാണ് ഈ കോൺഗ്രസ് മോശം ഭരണമായിരുന്നല്ലോ സാർ. 2014 വരെ നിങ്ങൾ മോശം ഭരണമായിരുന്നു. 2014 മോദി വന്നപ്പോഴല്ലേ തുടങ്ങിയത്. സുരേഷ് ഗോപി നാട് മുഴുവൻ നടന്നു പ്രസംഗിച്ച് അവകാശപ്പെട്ട പ്രകാശം മാഷ് ഉഴപ്പൻ മട്ടിൽ പോയിട്ട് കാര്യമില്ല. ഞാൻ സ്ഥലം ഏറ്റെടുത്ത കാര്യം പറഞ്ഞു. നോട്ടിഫൈ ചെയ്തത് ഇവര് 100 ഏക്കർ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കിലാനൂര് ഏറ്റെടുത്ത കാര്യം ഞാൻ പറഞ്ഞു. അവിടെ കേസും പ്രശ്നങ്ങളും അവസാനം സർവേ നമ്പർ ഒരു വിശദീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കൃത്യമായി ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ എയിംസ് പ്രഖ്യാപിക്കാത്തത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയോ മന്ത്രിയോ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചർച്ചയിൽ ജയിക്കാൻ കള്ളം പറയരുതേ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. നുണ പറയല്ലേ. ചർച്ചയിൽ ജയിക്കാൻ നുണ പറയല്ലേ. ധാതു ഇടനാഴിയുടെ കാര്യം പറഞ്ഞു. ധാതു ഇടനാഴിയുടെ ഇപ്പോൾ തന്നെ കരിമണൽ കനലിലൂടെ 100 കോടിയിൽ അധികം കേരളത്തിന് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എവിടേക്കാണ് ആ ഫണ്ട് പോകുന്നത്? കേരളത്തിന് ധനകാര്യമന്ത്രിക്കറിയാം.